ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട നാളുകളാണ് വലിയ നോമ്പിൻ്റെ കാലം. ക്രിസ്തീയ ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. ഈ തീർത്ഥയാത്രയ്ക്കിടയിൽ ലഭിക്കുന്ന ചില നാളുകളാണ് വലിയ നോമ്പ്. ഈ ഒരു കാലഘട്ടത്തിൽ നാമും ദൈവവും തമ്മിലുള്ള ബന്ധം ദൃഢതയുള്ളതാക്കി തീർക്കണം. ദൈവം ഭൂമിയെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് കുരിശും അവൻ്റെ മുറിപ്പാടുകളും. ഈ സ്നേഹത്തെ തിരിച്ചറിയുന്ന കാലമായി മാറണം നോമ്പുകാലം. നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും അപരന്റെ വേദനയെ കാണുവാനും സ്വയം ആത്മതപനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ സാധ്യമായി തീരട്ടെ. ഇന്ന് നോമ്പിൻ്റെ 23-ാം ദിവസം. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വേദഭാഗം യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ കാണുന്ന 2 കാഴ്ചകളാണ്. 2 വ്യത്യസ്ത ജീവിത സാഹചര്യത്തിലുള്ളവർ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു. യേശുവിനെ പരീക്ഷിക്കുവാൻ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ശ്രമിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകി ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ യേശു അവിടെ ശ്രമിക്കുന്നു. 38 മുതൽ 40 വരെയുള്ള വേദഭാഗത്ത് നിയമജ്ഞരെ യേശു വിമർശിക്കുന്നു. 41 മുതൽ 44 വരെയുള്ള വേദഭാഗത്ത് വിധവയായ സ്ത്രീയുടെ കാണിക്കയിൽ പ്രശംസിക്കുന്ന യേശുവിനെയും കാണാം. ഈ വേദഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. 1. അഹംഭാവത്തെ ഒഴിവാക്കുന്ന നോമ്പ്. 38-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അങ്കികളോട് നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഇവിടെ തങ്ങൾ എന്തോ ആണെന്നുള്ള അഹംഭാവം കാണാം. എന്നാൽ നോമ്പ് അഹംഭാവത്തെ ഇല്ലാതാക്കുന്ന അനുഭവമാണ്. ഞാനാണ് സകലവുമെന്ന് ചിന്തിക്കുന്നവർ മറ്റുള്ളവർക്ക് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുന്നവരാണ്. എന്നാൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്ന ഭാവം മാറ്റി അപരനിൽ ക്രിസ്തുവിനെ കാണുന്ന നോമ്പാക്കി നോമ്പ് കാലഘട്ടം മാറ്റാം. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അഹംഭാവത്തെ ഒഴിവാക്കാതെയുള്ള നോമ്പ് നോമ്പല്ല. നോമ്പിന്റെ പൂർണ്ണത സാധ്യമാകുന്നത് അഹംഭാവത്തെ ഒഴിവാക്കുന്നതിലൂടെയാണ്. 2. ഉള്ളതിനെ സന്തോഷത്തോടെ നൽകുവാൻ പ്രേരിപ്പിക്കുന്ന നോമ്പ്. എല്ലാവരും സമൃദ്ധിയിൽ നിന്ന് നൽകുമ്പോൾ വിധവ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നൽകി അവളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതായി കാണാം. ഈ നോമ്പ് നമുക്കുള്ളതിനെയും നമ്മെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിന് കഴിയണം. എന്ത് ലഭിക്കും എന്നതിനേക്കാൾ എന്തു നൽകുവാൻ സാധിക്കും എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ. അപരന്റെ വേദനയിൽ പങ്കുചേരുന്നതും വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റാൻ നമുക്കുള്ളതിൽ നിന്ന് പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് നോമ്പ് അർത്ഥപൂർണമായി തീരുന്നത്. അതിനാവശ്യമായ രൂപാന്തരവും സമർപ്പണവും എൻ്റെ ജീവിതത്തിൽ നൽകി തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നോമ്പിൽ നമുക്ക് ആയിരിക്കാം. എന്തു കൊടുക്കുന്നു എന്നതല്ല, മറിച്ച് എങ്ങനെ കൊടുക്കുന്നു എന്നതാണ് കർത്താവ് വീക്ഷിക്കുന്നത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം മാനിക്കും. 2 ചിന്തകൾ പങ്കുവെച്ചുവല്ലോ. 1. അഹംഭാവത്തെ ഒഴിവാക്കുന്ന നോമ്പ്. 2. ഉള്ളതിനെ സന്തോഷത്തോടെ നൽകുന്ന നോമ്പ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ അഹംഭാവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ, സമയം, പണം എല്ലാം സന്തോഷത്തോടെ ദൈവകരങ്ങൾ സമർപ്പിച്ച് രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തുവിനെ അനുഭവമാക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ധന്യ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുവാനും ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തുവാനും
അപരന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനും അവൻ്റെ ഇല്ലായ്മയിൽ ചേർത്ത് പിടിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.